രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ വ്യാപകമായി നാടുനീളെ പ്രചരിപ്പിക്കുന്നുണ്ട് നബിദിനം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് തെളിവ് അബൂലഹബിന് നരകത്തിൽ ശിക്ഷ ഇളവുണ്ട് എന്നുള്ളതാണ് എന്നാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ എഴുതിവിട്ടതാണ് നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത് അബൂലഹബാണ് എന്നാണ്. നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത് അഥവാ ഉദ്ഘാടനം ചെയ്തത് അബൂലഹബാണ് എന്ന് വരെ നിങ്ങൾ എഴുതിവിട്ടിട്ടുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ തെളിവ് നാട് നീളം അതാണല്ലോ പറയാറുള്ളത്, ഇവിടെ പറയാൻ ധൈര്യമില്ലെങ്കിലും ആ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ ശിക്ഷ ഇളവുണ്ട് എന്ന് നിങ്ങൾ നാട് നീളെ പ്രചരിപ്പിക്കുന്നു. ബുഖാരിയിലുണ്ട്, അതേപോലെ ബൈഹഖിയിലുണ്ട്, ഫത്ഹുൽ ബാരിയിലുണ്ട്, അതേപോലെ പിന്നെ സുയൂത്ത് ഇമാമിന്റെ ഹബീൽ ഫത്താവിലുണ്ട്. ശരിയാണ്, അവിടെയൊക്കെ ഉണ്ട്. അവിടെ എല്ലാം ഉള്ളത് അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് അബൂലഹബ് പറഞ്ഞു എന്ന് അവിടെയൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യം, അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് അബൂലഹബ് അല്ലാത്ത മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് അബൂലഹബ് അല്ലാത്ത മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം അബൂലഹബ് സഹാബിയല്ല, താബിയല്ല, താബിയല്ല, ശുദ്ധ കാഫിറാണ്. അതുകൊണ്ട് അബൂലഹബ് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ തെളിവല്ല. അത് നബിതങ്ങൾ പറഞ്ഞോ, ഹദീസ് വിശുദ്ധ ഖുർആനിൽ വന്നോ, ഹദീസിൽ വന്നോ എങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഖുർആൻ ഇതിലാന്ന് പറയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം, അബൂലഹബിന് നരകത്തിൽ ശിക്ഷ ഇളവുണ്ട് എന്ന് അബൂലഹബ് അല്ലാത്ത മറ്റാരെങ്കിലും പറഞ്ഞതായി കാണിക്കാൻ പറ്റുമോ? അബൂലഹബ് പറഞ്ഞു എന്ന് ഈ പറയപ്പെട്ട റിപ്പോർട്ടിലൊക്കെ ഉണ്ട്, അല്ലാത്ത കിതാബിലുണ്ട്. അത് വായിക്കേണ്ട കാര്യമില്ല. അതും അബൂലഹബ് സ്വപ്നത്തിൽ പറഞ്ഞു എന്നാണ്. അബൂലഹബ് നേർക്കുനേരെ വന്ന് പറഞ്ഞാൽ പോലും സ്വീകാര്യമല്ല. അത് വേറെ കാര്യം. അതേസമയം അബൂലഹബ് അല്ലാതെ ആര് പറഞ്ഞു? കാരണം അബൂലഹബിന് ഇളവുണ്ടെന്ന് പറയേണ്ട അബൂലഹബ് അല്ലല്ലോ. അത് നബിതങ്ങൾ പറയണം, വഹി പ്രകാരം കിട്ടണം, അല്ലാതെ ആർക്കും പറയാൻ അവകാശമില്ല. അവിടെ ഒന്നാമത്തെ ചോദ്യം, ഞങ്ങളുടെ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ആ ചോദിക്കാൻ കാരണം പറഞ്ഞു, നിങ്ങൾ യാനത്ത് ത്വാലിബിനെ ഇപ്പോഴും ഓതിക്കൊടുക്കുന്നു, നിയമത്തുൽ കുബ്ര ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്, ആ പ്രസ്താവന ശരിയാണോ ശരിയല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ. ഉത്തരം പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തക്ബീർ കൊണ്ട് ഉത്തരമാവുകയില്ല. രണ്ടാമത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണം. ഞങ്ങൾ ആ ശൈലി സ്വീകരിക്കുകയേ ഇല്ല. ഞങ്ങൾ അവസാനം വരെ ഗുണാംശയോടുകൂടി മാത്രം പരലോകം ആഗ്രഹിച്ചു മാത്രമേ സംസാരിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂലഹബിൻ്റെ ആ വിഷയം അബൂലഹബ് അല്ലാത്ത ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഅലീഖാത്തുകൾ മുഴുവനും തഅലീഖാത്തുൽ ബുഖാരി സ്വഹീഹത്തുൻ മുത്തസിലത്തുൻ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിലുള്ള ഡിസ്കഷൻ ഫത്ഹുൽ ബാരി നടത്തുന്നത് അബൂലഹബ് നടത്തിയ പ്രവർത്തനം, അത് കാഫിർ നടത്തിയ ഈ സ്വാലിഹായ സൽക്കർമ്മം, അതുകൊണ്ട് കാഫിറിന് ഉപകാരപ്പെടുമോ ഇല്ലേ എന്ന വിഷയമാണ് ചർച്ച ചെയ്തിട്ട്, ഇത് സ്വാലിഹായ സൽക്കർമ്മമാണെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ അത് സന്തോഷിക്കുന്നത് അത് കാഫിറായതുകൊണ്ട് അയാൾക്ക് ഉപകാരമുണ്ടോ ഇല്ലേ എന്ന വിഷയം ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ഈ വിഷയം ഫിഅലുൽ ഖൈറാത്താണ് എന്നതിൽ പണ്ഡിത ലോകത്തിന് രണ്ടഭിപ്രായമില്ല. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖുൽതു വതതിമ്മതു ഹാദാ അൻ യഖഅ തഫദ്ദുലുൽ മദ്കൂറു ഇക്റാമൻ ലിമൻ വഖഅ മിനൽ കാഫിരിൽ ബിർറു ലഹു വനഹു ദാലിക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അബൂലഹബ് ചെയ്താലും ഉപകാരം ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയത് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. കഴിഞ്ഞില്ല, ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട്. അബൂലഹബ് അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് ചോദ്യമെങ്കിൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട് തുഹ്ഫത്തുൽ മൗദൂദിൽ, വലമ്മാ ഉലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബശറത് ബിഹി സുവൈബ അബാ ലഹബിൻ വകാന മൗലാഹാ വഖാലത് قد ولد الليلة لعبد الله ابن فاعتقها أبو لهب سرورا به فلم يضيع. കേൾക്കണം നിങ്ങൾ, ഇബ്നുൽ ഖയ്യിം പറയുന്നത് തുഹ്ഫത്തുൽ മൗദൂദിലാണ്. അബൂലഹബ് അല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട് ഫലം യുളയ്യില്ലാഹു ദാലിക ലഹു വസഖാഹു ബഅദ മൗതിഹി ഫിൻ നുഖ്റ എന്ന് രേഖപ്പെടുത്തിയത് ഇബ്നുൽ ഖയ്യിമാണ്. ഇനി നിങ്ങൾ ഒന്നാമത് ചോദിച്ചത് നിഅമത്തുൽ കുബ്രയിലെ സംഭവം വെച്ച് നിങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങളും നമ്മളും ഒന്നിച്ച് ആഘോഷിക്കാൻ നമുക്ക് തെളിവുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അത് ഓതിയത് കെ മൗലവിയാണ്. മുജ്തബ വൈസി വളരെ വിശദമായി സംസാരിച്ചു. ഏതായാലും ഞങ്ങൾ ആ തെളിവുകൾ പറഞ്ഞത് അത് ഇസ്തിദ്ലാലിന് വേണ്ടിയല്ല, മുത്താബഅത്ത് ഇസ്തിഷാദിന് വേണ്ടിയാണ്. ഇതുകൂടി മനസ്സിലാക്കാൻ കഴിയണം. ഞങ്ങൾക്കുള്ള തെളിവും നിങ്ങൾക്കുള്ള തെളിവും കെ എം മൗലവി തന്നെ പറഞ്ഞിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇനി കാദിയാനിസം നിങ്ങളിതിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ കൊണ്ടുപോകില്ല. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. ഇവിടെ പ്രത്യേകിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന സലഫി സുഹൃത്തുക്കളോടാണ് ഈ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്.
വളരെ സ്നേഹബുദ്ധിയാ നിങ്ങളോട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഖാദിയാനിസമാണ്, മോഡേണിസമാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. മറ്റൊരു തെളിവ് ഇതിലില്ല. കാരണം നിങ്ങളുടെ മുൻകഴിഞ്ഞ നേതാക്കളൊക്കെ നിങ്ങൾ തന്നെ അത് ആഘോഷിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഖാദിയാനികളാണ്. എന്തുകൊണ്ട് ഖാദിയാനികളും നിങ്ങളും ഈ വിഷയത്തിൽ ഒന്നിച്ചു പോകുന്നു? നിങ്ങൾ ആലോചിക്കണം. അതേപോലെ ഞങ്ങളിവിടെ ഹൈലൈറ്റ് ചെയ്തത്, ഒന്നാമതായും രണ്ടാമതായും ഞങ്ങളുടെ മുഴുവൻ ചോദ്യാവസരങ്ങൾ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തത്, നബിദിനാഘോഷം എന്ന ഇബാദത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കാത്തതും സ്വഹാബത്തോ താബികളോ മാതൃക കാണിക്കാത്തതുമാണ്, മദ്ഹബിൻ്റെ ഇമാമുകൾക്ക് പോലും പരിചയമില്ലാത്തതാണ്. അതിനാൽ നബിദിനാഘോഷം ദുരാചാരമാണ് എന്ന് പറഞ്ഞതിനെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ ദലീൽ വെച്ച് പറയുകയാണെങ്കിൽ ഇബ്നു തൈമിയ്യ അദ്ദേഹം മുബ്തദിയാണോ? ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളുടെ ചോദ്യാവസരങ്ങളിൽ കൃത്യമായി ചോദിച്ചു. അതിനാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുബ്തദി ആണോ? നിങ്ങളുടെ ദലീൽ കൊണ്ട് നിങ്ങൾ പറയുന്ന മദ്ലൂല് ദുരാചാരമാണ് എന്നത് ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞ അസ്ല് കൊണ്ട് നിങ്ങളുടെ നേതാക്കൾ മുഴുവൻ മുബ്തദികളായി പോകും. പൊന്നാര ഫൈസി, ഞാൻ പറഞ്ഞത് ബുഖാരിയിലുണ്ട്. ബുഖാരി എന്താ ഉള്ളത്? അബൂലഹബ് പറഞ്ഞു എന്നുള്ളത്. നമ്മൾ ചോദിച്ചത് എന്താ? അബൂലഹബ് അല്ലാത്ത ആര് പറഞ്ഞു എന്നുള്ളത്. അതാ കിട്ടണത്. അബൂലഹബ് പറഞ്ഞു ബുഖാരിയിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഫിറഔൻ പറഞ്ഞു അന റബ്ബുക്കുൽ അഅ്ലാ. അത് ഖുർആനിലുള്ളതാണ്. ഇവിടെ ഫിറഔന റബ്ബ് നിങ്ങൾ പറയോ? എന്താണ് ഫൈസിലൊക്കെ ഖുർആൻ തക്ബീർ ചൊല്ലിങ്ങൾ എന്താ ചെല്ലാത്തത്? അന റബ്ബുക്കുൽ അഅ്ലാ ട്രെയിനിങ് ചെയ്തിട്ട് ഞങ്ങൾ ഉച്ചക്ക് പോയപ്പോൾ അന റബ്ബുക്കുൽ അഅ്ലാ എന്ന് ഫിറഔൻ പറഞ്ഞു ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഇത് തെളിവ് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അതൊന്നും പോലെ. ബുഖാരി എന്തുണ്ട്? അബൂലഹബ് പറഞ്ഞു. എവിടെ പറഞ്ഞു? സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. അബൂലഹബ് നിങ്ങൾ സ്വപ്നം കണ്ടു വിചാരിക്കുക. നിങ്ങളുടെ അബൂലഹബ് പറഞ്ഞു ഞാൻ ഇപ്പോൾ സ്വർഗത്തിൽ മാറിയാന്ന്. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? അതല്ല ചോദിച്ചത്. അബൂലഹബ് അല്ലാത്ത ആര് പറഞ്ഞു എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? വഹി പറയാൻ കിട്ടിയിട്ടുണ്ടോ? അബൂലഹബിന് ഇളവുണ്ട് എന്ന് പറയേണ്ടത് ആരാ? അല്ലാഹ് പറയണം. അല്ലാഹുവിന്റെ വഹി പറയാൻ റസൂൽ പറയണം. അല്ലാതെ അബൂലഹബ് സ്വപ്നത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം മുസ്ലിമീങ്ങൾക്കില്ല എന്നാണ് സൂചിപ്പിച്ചത്.